യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. നന്ദി പറയുന്നു. കർത്താവെ അങ്ങേക്ക് മഹത്വം കൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നന്ദി നന്ദി നന്ദി. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്ര ഹല്ലേലൂയ. ദൈവം നമുക്ക് വല്ലവനായിരുന്നു, കൂടെ ഇരുന്ന് നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ നടത്തി പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് അതേ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം ഹല്ലേലൂയ. ആരിലും ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം സ്വർഗത്തിലെ ദൈവം തന്ന് നമ്മെ പരിപാലിച്ച എല്ലാ ദൈവത്തിന്റെ പദ്ധതികൾക്കായി കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലം നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതേ നമ്മെ കൂടെ ഇരിക്കാമെന്ന് അരുളിച്ചത കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയെത്തിരും. ജയത്തോടെ ഈ പൽക്കാലം നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയെത്തിരും. ഇന്ന് നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും, നമ്മുടെ മുമ്പിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വരും, എന്തൊക്കെ നാം അഭിമുഖീകരിക്കേണ്ടി വരും, ഇതെല്ലാം നന്നായിട്ട് അറിയുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയല്ല. ഒന്നും നമുക്ക് ഭാരപ്പെടുവാനോ പ്രയാസപ്പെടുവാനോ ഇടയാകാതെ വണ്ണം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഈ പൽക്കാലം വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പൽക്കാലത്തെ ചിന്തയ്ക്കായി തിരുവചന വായിക്കാം. സ്തോത്രം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. സ്തോത്രം. 91 സങ്കീർത്തനത്തിൽ നമുക്ക് അതിന്റെ 10 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. പ്രിയ ദൈവം ഇതിലെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു അനർത്ഥവും നിനക്ക് ഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. അനർത്ഥങ്ങൾ വരുന്നത് കാണുക, നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ. സ്തോത്ര. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കാതോണം നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. അതേ പല അനർത്ഥങ്ങൾ നിനക്കെതിരായി പലതും നിനക്കെതിരായ പല പദ്ധതികൾ ഒരുക്കി വച്ചിട്ട് അത് വരുന്നത് കാണുവാനും കേൾക്കുവാനും അതേ നോക്കി നിൽക്കുമ്പോൾ നിനക്കൊന്നിന്റെ തലമുറയുടെ മേലോ അതേ ഒരു അനർത്ഥവും ഭവിക്കാൻ ഇടയാകാത്തവണ്ണം, അത് തൊടാൻ കഴിയാത്തവണ്ണം നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. ഈ പൽക്കലം അങ്ങനെ തന്നെ വിശ്വസിക്കുക, ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കല്ല. അതേ സ്തോത്രം. ശത്രു എന്തെല്ലാം നിനക്കെതിരെ പദ്ധതികൾ ഇട്ടാലും സ്തോത്രം, അത് നിന്നോട് അടുക്കുവാൻ കഴിയാത്തവണ്ണം ഒരു സർവശക്തനായ ദൈവം നിനക്കുമ്പായി കടന്നു പോകുന്ന സർവശക്തനായ ദൈവം ഹല്ലേലൂയ. അതേ ചുറ്റുമുള്ള സകല വൈരികളെ ദഹിപ്പിച്ചു കളയുവാനായിട്ട് ഇടയായിത്തീരുക. അതേ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുക. പ്രിയ കുഞ്ഞെ, നിനക്ക് ഒരു അനർത്ഥവും ഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ തലമുറകൾക്ക് ഒരു അനർത്ഥവും ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലതൊക്കെ വരും, അത് കേൾക്കുവാൻ കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അനർത്ഥങ്ങൾ വഴിമാറി പോകുവാനായിട്ട് ഇടയായിത്തീരുക. പ്രശ്നങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പ്രതികൂലങ്ങൾ കടന്നു വരികയില്ലെന്നല്ല, പക്ഷേ അത് നിന്റെ മീതെ കവിയാതവണ്ണം കാക്കുന്ന ഒരു ദൈവം, അത് നിന്നെ തൊടാതവണ്ണം കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ കർത്താവ് നിന്റെ വലകരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത കർത്താവ്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. സ്തോത്രം. പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ 91 സങ്കീർത്തനത്തിൽ തന്നെ അത് 7 മുതലുള്ള വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഹല്ലേലൂയ. അവിടെ നമുക്ക് വ്യക്തമായി തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, നിന്റെ വശത്ത് 1000 പേരും 10,000 പേരും ഒക്കെ വീഴും. സ്തോത്രം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഈ പകൽക്കാലം അനർത്ഥ
ശത്രുങ്ങൾ അതേ നിന്നോട് അടുത്തു വരുവാൻ കഴിയാത്തവണ അതിർവരപ്പിട്ട് കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായിട്ട് പലതും അതേ സ്തോത്രം ഹല്ലേലൂയ അടുത്തു വരാൻ ശ്രമിച്ചെന്നിരിക്കാം. പക്ഷേ അത് നിന്നോട് അടുത്തു വരാത്തവണ്ണം ഹല്ലേലൂയ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. അവിടെ വചനത്തിൽ കാണും, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കിയേ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സംഗീതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അതിനുശേഷമാണ് വായിച്ച ഭാഗത്തിലേക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഈ പൽക്കാലം ആ വചനത്തിനകത്ത് ധൈര്യപ്പെടുക. സ്തോത്ര. അതേ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീണതാലും അത് നിന്നോട് അടുക്കാതവണ അതേ ദുഷ്ടൻ എഴുതി വിടുന്ന ഒരു തീയമ്പുകളും നിന്റെ മേൽ തൊടാതവണ്ണം ഹല്ലേലൂയ നിന്നെ സ്തോത്രം പൊതിഞ്ഞു കാക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്ര. അതേ പ്രശ്നങ്ങൾ നമുക്കെതിരെ കടന്നു വരികയില്ല എന്നല്ല. സ്തോത്ര. പക്ഷെ പ്രശ്നങ്ങൾ കടന്നു വരിക, അതിനകത്തൊന്നും ഒന്നും നമുക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതേ ശത്രു തൊടുത്തു വിടുന്ന ഓരോ ആയുധങ്ങളെയും നമ്മുടെ ജീവിതത്തിനകത്ത് അത് ദൈവം നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നമ്മൾ അതിനകത്ത് ഇടുങ്ങിപ്പോകുവാൻ, അതേ നിന്റെ നാശം കാണുവാനായിട്ട്, നിന്റെ വീഴ്ച കാണുവാനായിട്ട്, നിന്റെ തലമുറകളുടെ ഹല്ലേലൂയ സ്തോത്ര ഭാവികൾ നശിക്കുന്നത് കാണുവാനായിട്ട് ശത്രു പലത് നിനക്കെതിരായി പ്രവർത്തിക്കുമ്പോ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനല്ല. സ്തോത്ര. സർവശക്തനായ ദൈവം നിന്നോട് പറഞ്ഞുവെങ്കിൽ ഈ പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന ദൈവ പൈതലെ അതേ 1-ാം വാക്യത്തിൽ കാണുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നീലിക്കുകയും പാർക്കുകയും ചെയ്യുന്ന ദൈവ പൈതലിനോട് ഈ പ്രഭാതത്തിൽ പറയാനായിട്ടുള്ള ഒരു ദൂതിദാത്രേ. സ്തോത്ര. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. സ്തോത്ര. ശത്രുവിന് എത്രയൊക്കെ തന്നെ നിന്നെ തകർക്കുവാൻ പദ്ധതി ഇട്ടെന്ന് പറഞ്ഞാലും, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതി ഇട്ടെന്ന് പറഞ്ഞാലോ ഒന്നും നിനക്ക് ഭവിക്കാതെ വേണം കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. തന്റെ ഉള്ളം കരത്തിൽ ദൈവം നിന്നെ വഹിക്കുവാനായിട്ട് ഇടയായി തീരും എന്ന് വചനത്തിൽ കാണുന്നു. സദൃശ്യവാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നീതിമാന് ഒരു തിന്മയും ഭവിക്കയില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഇപ്പോൾ വിശ്വസിക്ക പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൽ നാം ധൈര്യപ്പെടുവാനായിട്ട് ഇടയായി തീരുമ്പോൾ സ്തോത്ര അവിടുത്തെ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നീതിമാൻ ഒരു തിന്മയും ഭവിക്കേല, ദുഷ്ടന്മാർക്കോ അനർത്ഥം കൊണ്ട് നിറയും. സ്തോത്രം. നീ നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ, അത് ഞാൻ പറഞ്ഞല്ലോ, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സ്തോത്ര ഹല്ലേലൂയ നീതിമാനായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ഒരു തിന്മയും ഭവിക്കേല. നിനക്കെതിരായി തിന്മയ്ക്കാൻ ശത്രു കൊണ്ടുവന്നതിനെ എന്റെ ദൈവം തമ്പുരാൻ നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര ഹല്ലേലൂയ. ചില തിന്മകൾ നിനക്കെതിരായി ചുറ്റും നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ തിന്മകളൊക്കെ നന്മയാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്നാൽ തിരിച്ചു കാണുവാൻ സാധിക്കും, ദുഷ്ടന്മാരോ അനർത്ഥം കൊണ്ട് നിറയും. നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നോക്കിയ ദുഷ്ടന്മാർ എന്ത് ചെയ്യുന്ന അനർത്ഥം കൊണ്ട് നിറയുവാൻ ഇടയായി തീരുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റെ അത്രേ. നീ മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് അറിഞ്ഞുകൊള്ളുവാൻ അരുളി ചെയ്തുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിനക്ക് വേണ്ടി വാദിക്കുവാൻ, നിന്റെ കൂടെ നിന്ന് സഹായിക്കുവാൻ അതേ സ്തോത്രം ആരും കാണത്തില്ലായിരിക്കും, പക്ഷേ നിനക്ക് സഹായനായി ഇറങ്ങി വരുന്നത് അതേ സ്തോത്രം ഹല്ലേലൂയ മയങ്ങാത്ത ഉറങ്ങാത്ത ഇസ്രായേലിന്റെ പരിപാലകൻ എത്രേ. സ്തോത്രം ഹല്ലേലൂയ. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഹല്ലേലൂയ. അതേ ശത്രു നിനക്കെതിരെ അനർത്ഥങ്ങൾ ഹല്ലേലൂയ ഗൂഢാലോചന രഹസ്യ പദ്ധതികൾ ഒരുക്കുമ്പോൾ തന്നെ ആ അനർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിന്റെ മേൽ ഒരു പ്രൊട്ടക്ഷൻ കൽപ്പിക്കുന്ന, തന്റെ ദൂതന്മാരെ പറഞ്ഞയക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ യാത്രകളെ മുടക്കിക്കളയുക, അതേ പകുതി വഴി വെച്ച് നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്യുക, അവരുടെ ജീവനെതിരെ വെല്ലുവിളികൾ ഉയർത്തുവാനായിട്ട്
ശത്രു പതിയിരുന്ന് പല പദ്ധതികൾ ഒരുക്കുമ്പോൾ അവർ അനർത്ഥങ്ങൾ നിരൂപിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന സർവശക്തനായ ദൈവ അവനെ തൊട്ടുപോകലെ അവൻ എന്റെ മകനാണെന്ന് പറഞ്ഞ് കൽപ്പിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഈ പകൽക്കാലം. പ്രിയ ദൈവ പൈതലേ, അതുകൊണ്ട് അനർത്ഥങ്ങൾ വന്നു ഭവിക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ മുമ്പിൽ നിന്ന് ചില അനർത്ഥങ്ങൾ മാറുകയാ. സ്തോത്രം. എബേസ് ദേവസ്ഥനെ പ്രാർത്ഥിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം. അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമായി തീരാതിരുന്നു എനിക്ക് കൊള്ളാമായിരുന്നു. സ്തോത്രം. അവിടെയും കാണുവാൻ സാധിക്കുന്ന അനർത്ഥങ്ങൾ വരും, പക്ഷേ വ്യസനത്തിന് കാരണമായി തീരാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതേ, എബേസ് പ്രാർത്ഥിച്ചതിനെ ദൈവം അവന് നൽകി എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ പകൽക്കാലം ദൈവസേനയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമ്പോൾ ചില അനർത്ഥങ്ങൾ വഴി മാറിപ്പോകട്ടെ കർത്താവേ. ഒരു അനർത്ഥവും ഞങ്ങളുടെ കൂടാരത്തിന് അടുക്കാതോണം, ഒരു അനർത്ഥം ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തിന് അടുക്കാതോണം ദൈവം കാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ഉയരുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. സങ്കീർത്തനം 27 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീരുന്നില്ല, നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 27 സങ്കീർത്തനം 27 കടന്നു വരുമ്പോൾ സാധിക്കുന്നു, അവൻ നിന്നെ പാറമേൽ ഉയർത്തും. സ്തോത്രം. അവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. അതേ സ്തോത്രം. അനർത്ഥങ്ങൾ കടന്നു വന്ന് അതിനകത്ത് നീ തീർന്നു പോകും എന്ന് പറഞ്ഞ് നിനക്കെതിരെ അനർത്ഥങ്ങൾ കടന്നു വരുമ്പോ നിന്നെ ഒളിപ്പിക്കുന്ന ഒരു ഇടമുണ്ട്. എവിടെയാ ഒളിപ്പിക്കുന്ന? അവൻ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ ഒളിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവപൈതലേ, സ്തോത്രം. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല. ശത്രു പദ്ധതി ഇടുമ്പോ അതിലകത്തേക്ക് ദൈവം വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. നിന്നെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കേണ്ടതിനായിട്ട് നിന്നെ ഒളിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവിടെ കാണുന്ന സ്തോത്രം, തിരുനിവാസത്തിന്റെ മറവി നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലരെ ഒളിപ്പിക്കുന്ന പകൽക്കാലം അത്രേ. ദുഷ്ടന്റെ തീയമ്പുകൾ നിന്നെ തൊടാതവണ, ദുഷ്ടന്റെ സ്തോത്ര കണിക നിന്റെ മേൽ വീഴാതവണ ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറ ആയിരിക്കുന്ന ഇടത്തും എന്റെ സ്വർഗത്തിൽ ദൈവം ഒളിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. എന്റെ ദൈവം മറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരാ. ചില അനർത്ഥങ്ങൾ വഴിമാറി പോകുന്നത് വരെ, ചില ആപത്തുകൾ നിന്റെ ഭവനത്തിന്റെ ചുറ്റും നിന്ന് മാറിപ്പോകുന്നത് വരെ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ നിന്നെ മറച്ചു പിടിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില വ്യസനത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ഭവനത്തിനകത്ത്, ചില നെടുവീർപ്പിന്റെ അനുഭവങ്ങൾ, ചില കരച്ചിന്റെ നിലവിളികൾ നിന്റെ ഭവനത്തിനകത്തൊന്ന് ഉയരുക. ശത്രു പദ്ധതികൾ ഇട്ടുവെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിന്നെ മറയ്ക്കുന്ന സർവ്വവല്ലഭനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ആ ചിറക് നിനക്ക് വേണ്ടി വിരിക്കുന്ന പകൽക്കാലമത്രേ. ആ ചിറകിന്റെ മറവിൽ ദൈവം നിന്നെ മറച്ചിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പാറമേ നിന്നെ ഉയർത്തും. നിന്റെ ഇല്ലായ്മ കാണുവാൻ, നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ പരാജയം കാണുവാൻ, നിന്റെ തലമുറകൾ ഇല്ലാതായി പോകുന്നത് കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. എന്നും താഴ്ചയല്ല പ്രിയ ദൈവത്തിലെ, എന്നും നിനക്ക് പ്രതികൂലമല്ല. ഹല്ലേലൂയ. എന്നും ദൈവം നിന്നെ ഒളിപ്പിച്ചിരുത്തുകയില്ല, എന്നും ദൈവം നിന്നെ മറച്ചിരുത്തുകയില്ല. നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. എവിടെയാ ദൈവം ഉയർത്തുന്നത്? പാറമേൽ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. എന്തിനാ ഒളിപ്പിച്ചത്? എന്തിനാ മറച്ചത്? ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നത്. അതേ സ്തോത്രം. ഹല്ലേലൂയ. നീതിമാൻ ഒരു തിന്മയും ഭവിക്കേലെന്ന് അരുളിച്ചെയ്തത് നിന്നെ ദൈവത്തിന് ഉയർത്തേണ്ടതിനു വേണ്ടി എത്രേ. ഹല്ലേലൂയ.
നിനക്കൊരു ഉയർച്ചയുണ്ടെന്ന് കണ്ട, നിന്റെ തലമുറകൾക്കൊരു ഉയർച്ചയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പല അനർത്ഥങ്ങളും നിനക്കെതിരായി തൊടുത്തി വിടും. പക്ഷേ ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഒന്നും നിനക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ മറച്ചു പിടിക്കും, ദൈവം നിന്നെ ഒളിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന, ദൈവം നിന്നെ ഉയർത്തുവാനായിട്ടിടയായി തീരും. സ്തോത്ര ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുവാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഭാവിയുടെ വഴികളെ ദൈവം തുറക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അത് ചെയ്തിരിക്കും. സ്തോത്രം. അതേ പാറമേൽ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കര. നീ അനർത്ഥങ്ങൾ മാത്രം കണ്ടുകൊണ്ട് കരഞ്ഞു കണങ്ങിയ കണ്ണുമായിട്ടായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തുന്നു, പുതിയ എണ്ണ തേക്കുന്നു. ഹല്ലേലൂയ. ചില അനർത്ഥങ്ങൾ നിന്നെ വേദനിപ്പിച്ചു കാണുമായിരിക്കാം, ചില പ്രശ്നങ്ങൾ നിന്നെ വേദനിപ്പിച്ചു കാണും. പക്ഷേ അതിനകത്ത് നിന്ന് നീ പുറത്തു വരേണ്ടതിനായിട്ട്, അതിന്റെ മേൽ നിന്റെ തല ഉയർത്തേണ്ടതിനായിട്ട് പുതിയ എണ്ണ ഹല്ലേലൂയ നിന്റെ മേൽ ഈ പകൽക്കാലം ദൈവം പകർന്നു തന്നുകൊണ്ട് ക്രിസ്തുവാക്കുന്ന പാറമേ നിന്നെ ഉയർത്തി നിന്നെ മാനിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ കൂടാരത്തിന് ചുറ്റും ജയത്തിന്റെ ഘോഷം ഹല്ലേലൂയ, ഉല്ലാസത്തിന്റെ ഘോഷം ഹല്ലേലൂയ നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. പ്രിയതേ പൈതലേ, ഈ പൽക്കാലം അതുകൊണ്ട് അധീര്യപ്പെട്ടു പോക്കണ്ട. സ്തോത്ര ഹല്ലേലൂയ. വചനത്തിൽ കാണുന്ന നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാക്കുന്നു, എങ്കിലും യഹോവ എന്ത് ചെയ്യുന്നു, അവ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസംഖ്യമായിട്ട് എണ്ണിക്കൂടാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അവിടെ 34 സങ്കീർത്തനം 19 വാക്യത്തിൽ കാണുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാക്കുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. സ്തോത്രം. പ്രിയതേ മക്കളെ, ഇതിനപ്പുറം എന്ത് കരുതൽ നമ്മുടെ ജീവിതത്തിൽ വേണം. ഒത്തിരി അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വരും, അസംഖ്യമാണ്, എണ്ണാൻ പറ്റാത്തതാ. സ്തോത്രം. പക്ഷേ അവ എല്ലാറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു അനർത്ഥത്തിൽ നിന്ന് ദൈവം വിടുവിക്കുമെന്നല്ല വചനത്തിൽ കാണുവാൻ സാധിക്കുന്ന, അത് എല്ലാത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവം. അവ എല്ലാറ്റിൽ നിന്ന് അസംഖ്യമായി കടന്നു വരുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ഒന്നിന് പിറകെ ഒന്നായിട്ട് കടന്നു വരുന്ന ആ അനർത്ഥങ്ങളിൽ ഒന്നിൽ നിന്ന് വിടുവിച്ചിട്ട് ദൈവം മാറിപ്പോകെ ഇരിക്കുകയല്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. മറന്നുപോയി ഇരിക്കുകയല്ല. അതേ ഒന്നിന് പിറകായി ഒന്നായി അനർത്ഥങ്ങൾ നിന്നെ പിൻപറ്റി കടന്നു വരുമ്പോ ഹല്ലേലൂയ അവ എല്ലാറ്റിൽ നിന്നും ഹല്ലേലൂയ ഈ പകൽക്കാലം ധൈര്യപ്പെടുക. ഹല്ലേലൂയ. വചനത്തിനകത്ത് ബലപ്പെടെ. സ്തോത്രം. ഹല്ലേലൂയ. അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു മനുഷ്യന് നിന്നെ വിടുവിക്കാനായിട്ട് കഴിയത്തില്ലായിരിക്കും, പക്ഷേ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവ, അനർത്ഥങ്ങൾ നിനക്ക് വ്യസനത്തിന് കാരണമായി തീരാതെ കാക്കുന്ന ഒരു ദൈവ, അനർത്ഥങ്ങളിൽ നിന്ന് ഒരു തിന്മയും നിനക്ക് ഭവിക്കാതവണ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവ ഇതിലെ സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ വീണ്ടും കാണുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നീ നീതിയോട് ജീവിക്കുന്ന അതേ സ്തോത്രാത്മന്റെ ചിറകിന്റെ മറയിൽ മറയ്ക്കുന്ന ദൈവ പൈതലേ, നീ ചിലപ്പോ വീണ് പോയെന്നിരിക്കാം. ഹല്ലേലൂയ. നീ വീണാലും എഴുന്നേൽക്കും. നീ അവിടെ കിടന്ന് നിലം പരിചയം പോകാതെ അനുവദിക്കത്തില്ല. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ചിലപ്പോൾ നിനക്ക് ഹല്ലേലൂയ ചില വേദനകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന എഴുന്നേൽക്ക് എന്ന് പറയുന്ന ഒരു ശബ്ദം ദൈവം നിന്നെ കേൾപ്പി. നീ ഇവിടെ കിടക്കേണ്ടവനല്ല. അനർത്ഥം വന്നു നിനക്ക്, പക്ഷേ ഇതിനകത്ത് നീ തീർന്നു പോകേണ്ട വ്യക്തിയല്ല, ഇതിനകത്ത് നീ ഇല്ലായ്മയായി പോകേണ്ട വ്യക്തിയല്ല. നീ എഴുന്നേൽക്ക്. നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശബ്ദം, നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം. അവ ചില അനർത്ഥങ്ങൾ വരുത്തി അവിടെ കൊണ്ട് തീർക്കുവാൻ നിന്റെ ജീവനെതിരെ വെല്ലുവിളിച്ചപ്പോ ഈ പകൽക്കാലം നിന്നെ എഴുന്നേൽപ്പിച്ച കർത്താവിന്റെ കരം ഹല്ലേലൂയ ഈ പകൽക്കാലം നിന്നെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.
അതേ അവിടെ കാണുവാൻ സാധിക്കും. ദുഷ്ടന്മാർ അനർത്ഥത്തിൽ നശിക്കും. പ്രിയ ദൈവ പൈതലേ, പലരും പലതൊക്കെ ചെയ്തോട്ടെ, പ്രവർത്തിച്ചു കൊള്ളട്ടെ, പക്ഷെ അവരൊക്കെയും സ്തോത്ര ഹല്ലേലൂയ വചനത്തിൽ വ്യക്തമായി കാണുന്നു. നീതിമാൻ വീണാലും അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ, നിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ നിലംപരിശിയായി പോകുവാ, നീ തകർന്നു പോകുവാ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പക്ഷേ നിന്നെ തകർത്തു കളയുവാ, നിന്നെ നശിപ്പിക്കുവാ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാ നോക്കിയവരുടെ കാര്യം പറയുന്നു. അനർത്ഥത്തിൽ അവർ നശിച്ചു പോകുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവ പൈതലിന് തരുന്ന ഒരു ബലമാണ്. സ്തോത്രം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് തിരുവചനത്തെ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നു, അവിടെ എബ്രായർ ബാലന്മാരെ തീക്കകത്ത് ഇടാനായിട്ട് കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ആ തീക്കകത്ത് അവരെ ഇട്ടു. ഹല്ലേലൂയ. പക്ഷേ ആ തീയുടെ മണം പോലും ഏൽക്കുവാൻ ഇടയാകാത്തവണ്ണം ദൈവപുത്രന് തുല്യനായവൻ അതിനകത്ത് ഇറങ്ങി ദൈവം വിടുവിച്ചു. പക്ഷേ ആ തീക്കകത്തേക്ക് കൊണ്ട് ഇടുവാൻ പോയവൻ, ആ ഇടുവാനായിട്ട് പോയവർ അവിടെ വചനത്തിൽ കാണുന്നു, ആ തീയുടെ ചൂടടിച്ചവർ വെന്തു പോകുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, നിന്നെ കാക്കുന്ന ഒരു കരമുണ്ട്. അതേ സ്തോത്രം. നിന്നെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ സ്തോത്രം. നിനക്ക് സംരക്ഷണം തരുന്ന ഒരു ദൈവമുണ്ട്. അതേ, ചുറ്റും പലതൊക്കെ വന്നെന്നിരിക്കാം, നിന്നെ ഇപ്പൊ തൊട്ടുകളയും, ഇപ്പൊ നിന്നെ തകർത്തു കളയും എന്നൊക്കെ കടന്നു വരും. പക്ഷേ നിനക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഒരു തീ മതിൽ നിനക്ക് ചുറ്റുമുണ്ട്. ആ തീയിൽ ഹല്ലേലൂയ നിനക്കെതിരായി തൊടുത്തു വിടുന്ന ഓരോ അമ്പുകളും അതിനകത്ത് കരിഞ്ഞു പോകുവാനായിട്ടിടയെത്തിര. അത് നിന്നെ മേൽ സ്തോത്രം തുളച്ചു കയറുവാൻ വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ വേട്ടയാടുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. ദൈവം നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമായി കൂടെ ഇരിക്കുമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, എന്റെ അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ഇവിടെ വചനത്തിൽ പറഞ്ഞു, എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. അപ്പൊ ആരൊക്കെയോ ആക്രമിച്ചു. പക്ഷെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ബലമുള്ള ശത്രുവിന്റെ കര പറയുന്നില്ലേ, എനിക്ക് അവരോട് എതിർക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ പൽക്കാലം ധൈര്യമായിരിക്കണം. നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സർവശക്തനായ ദൈവമത്രേ. ദൈവം മൗനമായിട്ട് ഇരിക്കത്തില്ല. പ്രിയ ദൈവത്തിലെ ഇവിടെ വചനത്തിൽ പറയുന്നു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ബലമുണ്ട് ശത്രുവിന്, പക്ഷേ അവന്റെ കയ്യിൽ നിന്നും, എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്റെ അനർത്ഥ ദിവസത്തിൽ അവരെന്നെ ആക്രമിച്ചു. ഹല്ലേലൂയ. ചില അനർത്ഥ ദിവസങ്ങളിലെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. പക്ഷെ അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്നാൽ യഹോവ എനിക്ക് തുണയായി നിന്നു. ഈ പൽക്കാലം ചിലർക്ക് ആ തുണ വെളിപ്പെടാൻ പോകുക. എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല, ബലമേറിയ ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടുന്നില്ലേ? എങ്കിൽ കർത്താവ് എനിക്ക് തുണ, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഇവിടെ ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ എന്നെ എന്ത് ചെയ്തു? എനിക്ക് തുണയായി നിന്നു. നിന്നെ ആക്രമിക്കുവാൻ ശത്രു ബലമേറി കടന്നു വരുമ്പോ ആ ആക്രമണത്തിനകത്ത് നീ നശിച്ചു പോകാത്തവണ്ണം, നീ ഇല്ലായ്മയായി പോകാത്തവണ്ണം, സ്തോത്രം, നിന്നെ കാക്കുന്ന ഒരു സർവശക്തനായ ദൈവം തുണയായി ഇറങ്ങി വരുന്ന പകൽക്കാലമത്രേ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. സ്തോത്രം. ഒരനർത്ഥവും നിന്റെ തലമുറയ്ക്ക് ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കുടുംബത്തിനകത്ത് ഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് നിരാശപ്പെടല്ലേ, ഭാരപ്പെടരുത്. സ്തോത്രം. നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. അവിടെ ഈ സ്തോത്ര തിരുവചനത്തിൽ കാണുന്നു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കുകയില്ല. നിനക്ക് ചുറ്റും ഹല്ലേലൂയ തീ മതിലായിരുന്നു വേലി കെട്ടി സൂക്ഷിക്കുന്ന
സർവശക്തനായ ദൈവം നിന്റെ പരിചയായി പലകയായി കൂടെയുണ്ട്. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ദൈവം നമുക്ക് ശരണമായിരുന്നു, കോട്ടയായിരുന്നു, പരിചയായിരുന്നു. അവിടെ നിന്ന് കാക്കുവാനായിട്ടിടയത്തിനോ ആ ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. സ്തോത്ര ഹല്ലേലൂയ. ഏത് സമയം നിന്റെ നിലവിളുടെ ഞരക്കത്തെ കേൾക്കുവാൻ ഹല്ലേലൂയ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ പല വിഷയങ്ങളകത്ത് ഞരങ്ങുന്നില്ലേ, വേദനിക്കുന്നില്ലേ, അതിനകത്ത് നീ തീർന്നു കിട്ടുവാൻ നോക്കി നിൽക്കുന്നവരില്ലേ? സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു. മെലിത്തേൽ കയറി കഴിഞ്ഞപ്പോഴും അണലി കൈക്കേറി പിടിച്ചു, അവൻ വീണ് ചത്തുപോകും, വീർക്കുമെന്നൊക്കെ പറഞ്ഞു നോക്കി നിൽക്കുന്നവ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവന് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് അവരുടെ മനസ്സ് മാറി. ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞവസാനിപ്പിക്കട്ടെ. അതേ, നിനക്കെതിരായി എന്തെല്ലാം ചെയ്തിട്ടും നിനക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് ഭവിക്കുമെന്ന് പറഞ്ഞ് അത് കാണുവാൻ വെമ്പൽ കൊണ്ട് നോക്കി നിന്നവർ ഹല്ലേലൂയ ക്ഷീണിച്ചിട്ടവർ പറയും സ്തോത്രം ഹല്ലേലൂയ. അതേ, ഇവർ ദൈവ പൈതലെന്ന് പറയത്തക്ക രീതി സ്തോത്ര. അതേ, അവനൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് അവരുടെ മനസ്സ് മാറി. ഈ പകൽക്കാലം ചിലതിന്റെ മനസ്സ് മാറും. നിനക്കെതിരായി തന്ത്രങ്ങൾ തൊടുത്തു വിട്ടിട്ട് നിന്നെ വീഴ്ത്തിക്കളയുക, നിന്നെ നശിപ്പിച്ചു കളയുക, നിന്നെ ആക്രമിച്ച ഒത്തിരി പേരുടെ ഹല്ലേലൂയ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷേ ഇതൊക്കെയും ചെയ്തിട്ടും നിനക്കൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് ചിലരുടെ മനസ്സുകൾ മാറും. ഹല്ലേലൂയ. അതിനാ ദൈവം നിന്നെ മറച്ചത്, അതിനാ ദൈവം നിന്നെ ഒളിപ്പിച്ചത്. നമ്മുടെ കഴിവല്ല, നമ്മുടെ സാമർഥ്യമല്ല, വീഴുവാൻ തക്കവണ്ണം ശത്രു നിന്നെ തള്ളിയേക്കില്ല. തന്റെ നീതിയുള്ള ഭുജകരം കൊണ്ട് നിന്നെ താങ്ങിയത് ഹല്ലേലൂയ. നീ ആരാണെന്ന് ദൈവത്തിന് തെളിയിക്കുവാൻ അത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതി ഞാൻ പറയട്ടെ, അനർത്ഥം നിനക്ക് ഭവിക്കാതോണം. അനർത്ഥ ദിവസത്തിൽ നിന്നെ മറച്ചു പിടിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. ഒരു അനർത്ഥവും പ്രിയ കുഞ്ഞെ നിന്റെ ഭവനത്തിൽ തൊടിക്കയില്ല, നിന്നെ തൊടിക്കയില്ല. സ്തോത്രം ഹല്ലേലൂയ. ഒരു അനർത്ഥത്തിൽ നീ വീണു പോകാനായിട്ട് അതേ ദൈവം അനുവദിക്കത്തില്ല. പ്രശ്നങ്ങളെ കടന്നു വരും, പക്ഷേ അത് നിന്നോട് അടുക്കാതെ വേണം. സ്തോത്ര. അതിർവരം വിട്ട് കാക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നിനക്ക് കാവലായി ഈ പകൽക്കാലം വെളിപ്പെടും. ഒരു നിമിഷം ദൈവകരങ്ങൾ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല കർത്താവേ. അപ്പാ സ്തോത്രം ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എങ്കിലും യഹോവ എനിക്ക് തുണയായി നിൽക്കുന്ന സർവശക്തനായ ദൈവ അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതവണ്ണം, ഒരനർത്ഥവും ഇവർക്ക് ഭവിക്കാതവണ്ണം എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സംരക്ഷണവും കാവലും കർത്താവേ തന്റെ പ്രിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടത്ത് ഈ പകൽക്കാലം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചിലതൊക്കെ വന്ന് ഭവിക്കുന്നത് കാണുവാനും കേൾക്കുവാനും നോക്കി നിൽക്കുന്നവർ ഇവർക്കൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് അവരുടെ മനസ്സുകൾ മാറത്തക്ക രീതിയിൽ ഇവർ ദൈവ പൈതലാണെന്ന് തിരിച്ചറിയത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കര ഈ പകൽക്കാലം മുതൽ തന്റെ ജനത്തിന്റെ മേൽ ചലിക്കട്ടെ കർത്താവേ. ചില അവസ്ഥകൾ മാറട്ടെ കർത്താവേ. സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം, സ്ഥിതികളെ മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി ഈ പൽക്കാലം തന്റെ ജനത്തിന് മേൽ സംരക്ഷകനായിട്ട് അങ്ങ് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.